പിന്നെ ഒരു ഫുഡ് റേസ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം 2 കണ്ടസ്റ്റന്റ് ഉള്ളത് വരും, ഇവര് വേഴ്സസ് മീ. ഇപ്രാവശ്യം 2 പെമ്പിള്ളാർ ഒരുമിച്ചാണ് കളിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കും ഏറ്റവും ആദ്യം ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഫൈനൽ ലൊക്കേഷൻ എത്തുന്ന ആൾക്ക് 10,000 രൂപ കിട്ടും. ടാസ്ക് ഒക്കെ ഇവർ തന്നെ റാൻഡംലി സെലക്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ടാസ്ക് ആയാലും നിങ്ങളുടെ ക്യാമറ അത് എൻഡ് ചെയ്ത് ബാബാ നമുക്ക് വാ, ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ ഇന്ന് തീരുമാനമാക്കാം. 5 എണ്ണം ഉണ്ട് ഗൈസ്. ഇത് ഇതൊരു ടാസ്ക് ആണ്. അതെ, അപ്പൊ അത് നമ്മൾ എഗ് വാങ്ങണം. നമുക്ക് എൻവലപ്പ് 1 തന്നെ തുറക്കാം കേട്ടാ, നോക്കട്ടെ എന്താണെന്ന്. ഷൂട്ട് എ ക്രോസ് ബാർ ഓർ ഗെറ്റ് എ സ്ട്രൈക്ക് ഇൻ ബോളിംഗ്. ഞാൻ ഒന്നെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോകണം, ഇവിടെ എവിടെയെങ്കിലും കോട്ട് തപ്പിയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ബോളിംഗിൽ പോയി ഒരു സ്ട്രൈക്ക് മേടിക്കണം. ഊബർ വിളിക്കേണ്ടി വരുമോ? ഊബർ വിളിക്കാം, കാരണം ഇവിടെ എഗ് കിട്ടാൻ ചാൻസ് ഇല്ല. അല്ലെ ആ കട ആ ഷോപ്പില് ഇല്ല, എഗ് കിട്ടൂല. എനിക്ക് ആദ്യം തന്നെ ടാസ്ക് കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം ടാസ്ക് കിട്ടിയ പോലും ഇല്ലായിരുന്നു. ആദ്യം തന്നെ ദൈവമേ ഫുഡ് ചാലഞ്ച് പ്രതീക്ഷിച്ചിട്ട് എനിക്ക് കിട്ടിയത് ഫുട്ബോൾ കളിക്കാനാണല്ലേ. ഫുഡ് ചാലഞ്ച് ഫുട്ബോളോ? എന്റെ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഓട്ടോ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ മുമ്പിൽ കൂടി എതിർ ടീം അവരുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. അവർ ജയിക്കില്ല വോയിസ്, ഞാൻ സമ്മതിക്കില്ല. ഊബർ വിളിക്കാം. ഊബർ വിളിക്കാം ഗൈസ്. അപ്പൊ ഞങ്ങൾ മുട്ട വാങ്ങാൻ പോവാണ്. ഒരാൾ ക്യാച്ച് ചെയ്താ പോരെ? മതി. ദൈവമേ, ഒറ്റയ്ക്ക് കളിച്ച് തോക്കാൻ പാടില്ല. അവരെങ്ങോട്ടും നടന്നു പോയി. അവർ ഈ ഭാഗത്ത് തന്നെയാണെങ്കിൽ ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ പോയതായിരിക്കും, ഈ ഭാഗത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ ഓട്ടോ പിടിക്കാൻ പോയതായിരിക്കും, അറിയില്ല. എന്തായാലും നമ്മൾ ഫാസ്റ്റ് പേസിൽ കളിക്കും. 2 പേരെ തോപ്പിക്കുന്നത് പെൺപിള്ളേരാണെന്ന് പറഞ്ഞാൽ പോലും 2 വയർ അഗെയിൻസ്റ്റ് 1 വയർ ബുദ്ധിമുട്ടാണ്. അത് ഞാൻ പണ്ടത്തെ പോലെ നിങ്ങൾ തന്നെ വരെ തള്ളി ഒരു ഫുഡ് ബ്ലോഗർ ആക്കുകയാണ്. എനിക്ക് അത്രയ്ക്കൊന്നും പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും, അത് വേറെ കാര്യം. ഒരു ഹ്യൂമിലിറ്റിക്ക് വേണ്ടി ഇങ്ങനെ താത്തി പറയുന്നതാണ് നമ്മളെ കൊണ്ട് പറ്റില്ലെന്ന്. പക്ഷെ അത് നിങ്ങൾ വിചാരിക്കരുത്, എന്നെ കൊണ്ട് പറ്റും. ഇതൊരു ഓട്ടോ ചേട്ടാ, മുട്ട വാങ്ങാനുള്ള ഒരു ഷോപ്പിൽ. മുട്ട വാങ്ങാൻ ഏതെങ്കിലും ഒരു ഷോപ്പില് അവര് ഫസ്റ്റ് ടാസ്കിലേക്ക് പോയിണ്ടാവോ? ഉണ്ടാവും. വണ്ടി ഒരു മിനിറ്റ് എത്തും. വണ്ടി 1 മിനിറ്റ് എത്തും. അവിടുന്ന് വരുവാണെന്ന് തോന്നുന്നു. നമുക്ക് ഫുട്ബോൾ കളിക്കാൻ പോയി. ഫുട്ബോൾ ഞാൻ സാറിന് ഫുട്ബോൾ കളിക്കാത്തയാ, ബാസ്കറ്റ്ബോൾ കളിക്കുന്ന കൂട്ടത്തില്ല. പക്ഷെ കുഴപ്പമില്ല, ഫുട്ബോളും സെറ്റാക്കാം. സ്റ്റേഡിയത്തിന്റെ പുറത്തെത്തിണ്ട്. അതെ, ഷോപ്പ് ഒന്ന് മുട്ട മാത്രം കിട്ടുന്ന ഷോപ്പ് എവിടെയായിരിക്കും? അവിടെ ഉണ്ട് തോന്നുന്നു. ഇല്ല, റെസ്റ്റോറന്റിൽ കിട്ടുമോ? ഇല്ല, റെസ്റ്റോറന്റില് കിട്ടില്ല. അല്ല, ലൈക്ക് മുട്ടക്കറിയൊക്കെ ഉണ്ടെങ്കിൽ മുട്ടയായിട്ട് തരാൻ പറ്റുമോ ചോദിക്കാമല്ലോ. എങ്ങനെ പോയി ചോദിക്കും? അതാണ് പ്രശ്നം. ഈ ഓട്ടോക്കാരൻ ലേറ്റ് ആക്കുവോ? ചേട്ടാ എങ്ങോട്ട് പോയി? എടാ ഓട്ടോക്കാരൻ വേറെ അങ്ങോട്ട് പോയടാ. എടാ ഓട്ടോക്കാരൻ തന്നെ അങ്ങോട്ട് പോയത്. ഓ ഇതെന്ത് എന്റെ ലക്ക് ബോറാണോ? എന്തോ ഇത് അയാൾ യൂട്ടേൺ എടുത്ത് വരാനാണോ? എന്തോ അയാൾ കാണിക്കുന്നത്? എന്റെ ഓട്ടോ എന്നെ കൂട്ടാതെ എങ്ങോട്ടൊക്കെ പോയി കിടക്കുവാണ്. അവരാണെങ്കിൽ അവരുടെ മുട്ട തപ്പാനുള്ള ഫസ്റ്റ് കടലോടെത്തി. ചേട്ടാ ഒരു മുട്ട അത് മാത്രം മതി. ഒരെണ്ണം മതിയോ? എത്ര? 6 രൂപ. നമുക്ക് ഓട്ടോ കിട്ടി. നമുക്ക് ഡിലേ ഒന്നും ഇല്ല, ഒറ്റയ്ക്ക് കളിക്കുന്നുണ്ട്. കാരണം എനിക്ക് കണ്ടസ്റ്റന്റൊക്കെ എന്റർടൈൻ ചെയ്യണം, പിന്നെ നിങ്ങൾ എന്റർടൈൻ ചെയ്യണം, കണ്ടസ്റ്റന്റ് കൂടെ നിങ്ങൾ എന്റർടൈൻ ചെയ്യണം. അപ്പോൾ കുറേയൊക്കെ പരിപാടികളുണ്ട്. ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊരു ടാസ്ക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ 2 against 1 ആക്കിയത്. 2v1 ജയിക്കാം, നമ്മൾ ജയിക്കും. അവിടെ നിൽക്കുന്ന ചേട്ടനോട് പറ. ആ ചേട്ടനോട് പറയാം അല്ലേ? കേക്കോ? ചേട്ടാ 10 feet away നിന്നിട്ട് ഈ എഗ് ഒന്ന് എറിഞ്ഞു തരാൻ പറ്റുമോ? ചെയ്തു തരാൻ പറ്റുമോ? ഇല്ല, ക്യാച്ച് ചെയ്യാം. ഇവിടെ ക്യാച്ച് ചെയ്യും. ഓക്കെ, ഒരു മിനിറ്റ്. അത് അല്ല, ക്യാച്ച് ചെയ്യും. അല്ല, പച്ചയാ. മാറി ഇന്ന് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് മാറി നിന്ന് ചെയ്യാം. ഇവിടെ ബാഗ് പിടിച്ചേ. ഇവിടെ നിന്ന്. ഓക്കെ, അവൾക്ക് എറിയണേ. താങ്ക് യു. ഓക്കെ, അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഇനി അടുത്തത് പൊരിഞ്ഞ വെയിലത്ത് പോയിട്ട് ഞാൻ ഫുട്ബോൾ കളിക്കേണ്ടി വരും. ഫുട്ബോൾ കളിച്ചിട്ട് എന്നോ പണ്ടപ്പോൾ കളിച്ചതേ ഉള്ളൂ. എനിക്ക് ഫുട്ബോൾ അങ്ങനെ ഒരു കമ്പം ഇല്ല. ബാസ്കറ്റ്ബോൾ ആയിരുന്നേ മോനെ, 3 പോയിന്ററിന് ഹാഫ് കോട്ട് ഇട്ടേനെ. ഞാൻ വേണേ ഹാഫ് കോട്ട് കുറച്ച് കൂടി 3 പോയിന്റർ ഇട്ടേനെ. അപ്പോഴാണ് എന്തായാലും ഇപ്പൊ എത്തും നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊട്ടും ഞാൻ സ്ലോയി കളിക്കുന്നില്ല, ഫാസ്റ്റ് കളിക്കുകയാണ്. ഞാൻ ഒട്ടും സമയം കൊടുക്കുന്നില്ല. ടെറഫിൽ ഇത്ര വെയിലത്ത് ആരും ഇല്ല. ഈ വിറ്റെന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് ഫുട്ബോൾ കിട്ടുമോ? മഞ്ഞെടുക്കും. ഷവായ ഫുൾ. അടുത്ത ലാസ്റ്റ് നമ്മൾ വരുമ്പോ 2-3 റെസ്റ്റോറന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഓപ്പൺ ആണോ നോക്കണം. ഇന്ന് കൊറേ ഷോപ്പ് ഇല്ല, ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല. നമുക്ക് നോക്കാം. ഓപ്പൺ ആണോ? ഓപ്പണാ. ഓക്കെ, ഒന്ന് ഡയറക്ഷൻ ഇട്ടേ. ഈ ഓട്ടോയിൽ തന്നെ പോവാം. 13 മിനിറ്റ്. ആരും ഇല്ല. ഈ നമ്പർ ഉണ്ട്, ഈ നമ്പറിൽ നമുക്ക് വിളിച്ചു നോക്കാം. ഇവർ ഈ സമയത്ത് വരുമോ വരത്തില്ലെന്നൊന്നും അറിയത്തില്ല. ഏറ്റവും അടുത്തുള്ള ഇതേ ഉള്ളായിരുന്നു ഇവിടെ. ചേട്ടാ ഇത് തുറന്നിട്ടില്ല, ഇപ്പൊ പ്ലേ ആണ്. കുറച്ച് നേരത്തേക്ക് മതിയായിരുന്നു, ഇപ്പം അവൈലബിൾ ആയിരിക്കുക. എനിക്ക് ജസ്റ്റ് ഒരു ക്രോസ് ബാർ അടിച്ചാൽ മതി. അത് ഒരു 10 മിനിറ്റത്തെ കാര്യം. കുറച്ച് അർജന്റ് ആയതുകൊണ്ടാണ്. ചേട്ടൻ ജസ്റ്റ് ഒന്ന് വന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വരാമോ? വന്നാൽ മതിയായിരുന്നു. ചേട്ടാ ഒന്ന് വാ പ്ലീസ്, ഒന്ന് വന്നാൽ മതി. ചേട്ടൻ വന്ന് എനിക്ക് ജസ്റ്റ് ഒരു 10 മിനിറ്റത്തേക്കും തരിക.
10 മിനിറ്റത്തേക്കുള്ള കോസ്റ്റ് ആണ് അത്ര നല്ലത്. അല്ലെങ്കിൽ 1 മണിക്കൂർ എടുക്കേണ്ടി വന്നാ ചേട്ടൻ പറയും, അല്ലെങ്കിൽ 10 മിനിറ്റത്തേക്കുള്ളെങ്കിൽ മതി. ചേട്ടൻ വാ, ഇവിടെ നിപ്പുണ്ട്. ഞാനിവിടെ എന്റെ ഫസ്റ്റ് ടാസ്ക് പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അവരാണെങ്കിൽ അവരുടെ ഫസ്റ്റ് ടാസ്കും കഴിഞ്ഞ് സെക്കൻഡ് ടാസ്ക് ചെയ്തോണ്ടിരിക്കുന്നു. അവര് ഫസ്റ്റ് ഇത് വിൻ ചെയ്തതാണോ? ഇല്ല, നമ്മളാണ് ഫസ്റ്റ്. ഓ താങ്ക് യു. ഒരു ഫുട്ബോളായിട്ട് വന്നോ? ഞാൻ ഇവിടെ ഉണ്ടോന്നൊരു ഡൗട്ട്. ആണോ? ഞാൻ ഒരു ക്രോസ് ബാർ അടിക്കാൻ വന്നേ ഉച്ചപ്രാന്തം വെയിലത്ത്. ഞാൻ പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഫുട്ബോൾ കളിക്കേണ്ടി വന്നു. ഈ ടൈമിൽ അങ്ങനെ ബുക്കിംഗ് വരില്ല. ബോയ്സ് ഇതിനകത്തും ഫുട്ബോൾ ഇരിപ്പുണ്ട്, നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. അല്ലെങ്കിൽ കാറ്റടിക്കാൻ സമയം പോകും. 2 ബോളൊക്കെ ഉണ്ട്. എന്നാലും ഏതെങ്കിലും ഒരു ബോൾ ബാസ്കറ്റ് ബോൾ അങ്ങനെ സെറ്റാക്കിയാണ്. ബോയ്സ് അവരിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. അവരിപ്പോ സെക്കൻഡ് ആയി കാണുമോ? ഇല്ല, നമ്മളാണ് മുന്നിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെടുക്കും ബ്രോ ഒരു 10 മിനിറ്റ്. ഞാൻ പെട്ടെന്ന് ഫസ്റ്റ് തന്നെ ചിലപ്പോൾ ക്രോസ് ബാർ ആയിരിക്കും. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ക്രോസ് ബാർ എവിടെ നിന്ന് അടിക്കുന്ന? ഇവിടെ നിന്നാണ് അടിക്കുന്നത്. പെനാൾട്ടി ഇത്ര അടുത്തുനിന്നാണ് അധികം. ഇവിടെ നിന്നല്ല അടിക്കും. ബോയ്സ് ഞാൻ അടിച്ച് തീർക്കാം. ഫസ്റ്റ് ഷോട്ടിൽ നിന്ന് തീരുമാനമാക്കി തരാം. കുറച്ച് തീരുമാനമാവും. അവരിന്ന് സുഖമായിട്ട് ഫുഡ് കഴിക്കായിരുന്നു. ഞാൻ ഇവിടെ ഫുട്ബോൾ കളിക്കാം ഉച്ച വെയിലത്ത്. മുട്ട എന്ത് ചെയ്യും? നമുക്ക് ക്യാമറാമാനെ കൊടുക്കാം. അതെ, ക്യാമറമാന് കൊടുക്കും. പൊട്ടൂല്ലെന്ന് നോക്കാം. അവസാനം വരെ നമുക്ക് നോക്കാം. പൊട്ടിയാൽ നമ്മൾ ഔട്ട്. ഇല്ല, നമ്മൾ ഔട്ട് ആവില്ല. ദൈവമേ, ഇവിടെ പൊങ്ങുന്നില്ലടാ. ഇതൊക്കെ മെനക്കിടാൻ കേട്ടാ. ഇവിടെ നോക്കിയാലോ? ഇവിടെ നോക്കാം. നെക്സ്റ്റ് സ്പോട്ട്. അവിടെ ശവായില്ല. ഓട്ടോ പറഞ്ഞു വിടാഞ്ഞ കാര്യമായി. സത്യം. പൊങ്ങി വരുന്നുണ്ട് ബ്രോ. ഇപ്പൊ സെറ്റാക്കി തരാം. ഇപ്പൊ ശരിയാക്കി തരാം. പൊക്കത്തെ പാറയെ കൊള്ളണം അല്ലേ? പൊങ്ങി വരുന്നുണ്ട്. പൊങ്ങി വരുന്നുണ്ട്. ഇതിൽ സെറ്റാക്കാം. ജസ്റ്റ് മിസ് ബോസ്, ജസ്റ്റ് മിസ്. ചേട്ടാ ശവായി 4 മണിക്കാ. അയ്യോ, ലുലു പോവാം. അയ്യോ, അടുത്തത് തുറന്നാലോ? എന്ത് വന്നാലും അടുത്ത തുറക്കരുത്. ഫുഡ് കഴിക്കാനുള്ളതല്ല, ഇന്ന് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ദഹിക്കുമെന്ന് തോന്നുന്നു. Let's go. Boys, let's go. അവിടെ ക്ലാപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് വേണ്ടി. Come on boys, ഞാൻ പെട്ടെന്ന് പഠിച്ചു. ഫസ്റ്റ് ടാസ്ക് കയറുന്നത്. ഇവിടെ 4 ടാസ്ക് കൂടി ഉണ്ട്. മുട്ട സേഫ് ആണ്. ഈ കരങ്ങളിൽ സേഫ് ആണ്. ഒരിക്കലും പൊട്ടില്ല. ബോയ്സ് ഒന്ന് എൻവെൽപ്പ് തുറക്കാം കേട്ടോ. അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഊബർ അടിക്കാൻ വേണ്ടി ഇത് തുറക്കാം. ബോയ്സ് ഇതിൽ കിട്ടാൻ പോകുന്നത് ബോയ്സ് നമുക്ക് കഴിക്കേണ്ടത് ഫുൾ ബീഫ് റിബ് മീറ്റ്. മന്തി കഴിക്കണ്ട, മീറ്റ് മാത്രമാണ്. അടുത്ത എവിടെയെങ്കിലും കാണോ ബീഫ് റിബ്? അവിടെ എടപ്പള്ളി അറബി മാൽസ് ഉണ്ടാവും. അറേബ്യൻ പാലസ് വരെ പോകണമല്ലേ? ഈ മുട്ട ശകുനമല്ലല്ലോ, നല്ലല്ലേ? അല്ല, മുട്ട നല്ലതിന്റെ നല്ലതല്ലേ? നല്ലതിന്റെ തുടക്കമല്ലേ? തുടക്കാണ്. ഇത് എറിഞ്ഞു പൊട്ടിച്ചിട്ട് പോണോ? അത് തേങ്ങയില്ലേ? ഇറങ്ങാം. ഇവർക്ക് അങ്ങനെ ഇത്ര പെട്ടെന്ന് വണ്ടിയൊക്കെ കിട്ടി ഓരോ സ്ഥലത്ത് എത്തുന്ന അറിയത്തില്ല. ഞാൻ ഇപ്പോഴും ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞിട്ട് അടുത്ത ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഹൈപ്പർ മാർക്കറ്റിന്റെ ഉള്ളിൽ പോയിട്ട് നോക്കാണ്. അവിടെ ഫുഡ് സെക്ഷനില് നമുക്ക് പറഞ്ഞോ മയോ അല്ലേ വാങ്ങണ? മയോ ഡിപ്പ് വേണം. അവിടെ എവിടെയാണ് ഡിപ്പ് വാങ്ങാം. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. മയോ മാത്രം പോരെ? മയോ മാത്രം മതി. ഞാൻ പോയി ബില്ലിംഗ് സെക്ഷനിലേക്കോട്ടെ. ഞാൻ ബില്ലിംഗ് സെക്ഷനിലോട്ട് പോവാണ്. ഒന്നോ ഈ മുട്ടയും കൂടി ഒരു ബില്ല് ചെയ്യൂ. മുട്ട ബില്ല് ചെയ്യണ്ട, മുട്ട നമ്മുടെയാ. ഇവിടുന്ന് ഏകദേശം 2 മിനിറ്റ് ഓട്ടോ എത്താൻ. പിന്നെ കുറച്ച് ദൂരം ഉണ്ട്, ഒരു 4 കിലോമീറ്റർ. നമുക്ക് ഞാൻ റെഡിയാ മോനെ. ഇനി അങ്ങോട്ട് ഫുഡൊക്കെ ആണെങ്കിൽ ഞാൻ സെറ്റ്. ഫുഡല്ലേ ഏത് ടാസ്ക് ആണെങ്കിൽ ഞാൻ സെറ്റായി ജയിച്ചിട്ടേ പോകുന്നുള്ളൂ. ഫുഡ് കോർട്ടിൽ പോവാം. ഏത് ഫ്ലോർ ആടി? മേലെ ഏറ്റവും മുകളിൽ പോകണം. ഒരു പ്ലേറ്റ് ഇവിടെ കടന്നു കിട്ടാനോ? കുഴപ്പമില്ല, ഇനി പിന്നെ മണ്ട വെച്ച് കഴിക്കുക. ചാലഞ്ച് എങ്ങനെയും തീർക്കാം. ആ പെമ്പിള്ളേരെ 2 പേരും കൂടി കുറച്ച് മെനക്കെട്ട് കഴിക്കേണ്ടി വരും തോപ്പിക്കാൻ. JMB ആണ് ടാസ്ക് ഒക്കെ സെറ്റ് ചെയ്തത്. അപ്പൊ പിന്നെ ഫുഡ് തിരക്കില്ലാതെ ഉണ്ടായിരിക്കും പ്രതീക്ഷിക്കാം. ഞാൻ ജസ്റ്റ് 2 മുട്ട കഴിച്ചിട്ട് വന്നിരിക്കുക ബോയ്സ്. എന്റെ വയറ് ഫ്ലാറ്റ് ആണ്. ഐ എം പ്രിപ്പയർഡ് ഫോർ ദിസ് ചാലഞ്ച്, യു നോ. Like no matter how hard it's gonna get, I'm gonna win this. അയ്യോ, ഒരു കാര്യം ചെയ്യാം. ആദ്യം ഇങ്ങനെ എടുത്ത് പുറത്ത് വെക്ക്, പിന്നെ മണ്ടയ്ക്ക് വെക്ക്, മേലെ വെക്ക്. അവസ്ഥ കഴിച്ചോ? ഇനി നമുക്ക് അടുത്ത ഫുഡ് സ്പോട്ടിലോട്ട് പോകാം. ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. ഇവിടെ നിന്ന് എത്ര ദൂരം കാണിക്കുന്നു? കറങ്ങി പോണോ ചേട്ടാ? ഓക്കെ. നേരെ പോകാൻ പറ്റില്ല, അവിടെ റോഡിന്റെ പണി നടക്കുക. നല്ല വിശപ്പുണ്ടാവുള്ളതുകൊണ്ടാണോന്ന് അറിയത്തില്ല. കൊറേ അലഞ്ഞു. അവരെ എവിടെ എത്തിക്കാണും? എന്തായാലും നമ്മൾ ജയിക്കണം. നമ്മൾ ജയിക്കും. കുബാബയിൽ പോകാം. കുബാബയ്ക്കകത്ത് ബീഫ് റിപ്പ് കിട്ടിയാൽ മതിയായിരുന്നു. എന്ത് തിരക്കണം ഇവിടെ? സമയം എടുക്കുക. 5-10 മിനിറ്റ് സമയം എടുക്കും തോന്നുന്നു കേട്ടാ. വേറെ അതിന് സ്ഥലമില്ല. വേറെ തപ്പിപ്പോന്നെക്കാട്ടും നല്ല നമുക്ക് ഇവിടെ ഇരിക്കാം. കുറച്ച് ചിക്കൻ ക്യാമറമാൻ വേണം. സംഭവം കൊള്ളാം. ഇത് സത്യം. ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ട്, പക്ഷെ അത്ര അത് പോരാ. വിശപ്പുള്ളതുകൊണ്ടായിരിക്കും ടേസ്റ്റ് വന്നേ. ആവാം. കഴിയാറായില്ലേ? കഴിഞ്ഞു.
തലയാ 5 to 10 minutes എന്ന് പറഞ്ഞിട്ട് 1 minute പോലും എടുത്തില്ല, നമുക്ക് സീറ്റ് കിട്ടി. ഭാഗ്യം എൻ്റെ കൂടെയാണ്. ഞാനിവിടെ എൻ്റെ ബീഫ് റിബിൻ്റെ ഓർഡർ കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അവരാണ് അവരുടെ ഫുൾ ഷവായ കഴിച്ച് തീരാറായി. ഇത്ര പറ്റുള്ളൂ, കഴിഞ്ഞു. ചിക്കനൊക്കെ എപ്പോഴാണ് ഇത്ര നെയ് വന്നതെന്ന് അറിയത്തില്ല, പക്ഷെ എന്തായാലും എൻ്റെ വെയിറ്റർസ് എത്തി. ഞാൻ എപ്പോഴും വീഡിയോക്കകത്തൊക്കെ പറയാറില്ലാത്തൊരു കാര്യമാണ്, എനിക്ക് സുപ്പീരിയർ ലക്ക്. എനിക്കൊരു ഒരു സമയത്തൊക്കെ വളരെ മോശം ലക്കായിരുന്നു. ആ കാലമൊക്കെ കഴിഞ്ഞ് ഇപ്പം എനിക്ക് വെച്ചടി കൊടുക്കത്തെ ലക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 1 മിനിറ്റ് സാധനം കിട്ടി, 1 മിനിറ്റ് പെട്ടെന്ന് ഫുഡും വരും, കഴിച്ചു തീർക്കും, ഇത് ഞാൻ ജയിക്കും, ഒരു സംശയമില്ല. അവർ രണ്ടുപേര് ശ്രമിച്ച് എത്ര മെനക്കെട്ട് കഴിച്ചെന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിട്ടുകൊടുക്കുന്നുണ്ട്. ഇത് ഫുള്ള് കംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ എല്ലാരും പറഞ്ഞ് നമ്മളൊന്നും കഴിച്ചില്ല എന്ന് പറയും, വേസ്റ്റ് ആക്കി എന്ന് പറയും. എൻ്റെ കമന്റ് സെക്ഷൻ്റെ പ്രോത്സാഹനം കൊണ്ടാണെന്ന് അറിയത്തില്ല, അവർ വളരെ നോക്കിയും കണ്ടായിരുന്നു ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. വളരെ എക്സ്ട്രാ ഒന്നും ആരും സംസാരിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയും. ഇതല്ല എല്ലാം, ഇത് ഫുള്ള് ഇല്ല, കഴിഞ്ഞു. ചിക്കനെ നിങ്ങൾ കൊന്നു. തരും ബീഫ് ഫ്രീ മീറ്റ് ഓൺലി. വരട്ടെ, 2 പ്ലേറ്റ് ഉണ്ടല്ലേ? 2 പ്ലേറ്റ് എനിക്ക് തന്നെ. ഇത് രണ്ടും നിന്ന് നിർത്തേക്കാം. എനിക്ക് വിശക്കൊന്ന് പെട്ടെന്ന് കഴിക്കാം. സോഫ്റ്റാണോ? സോഫ്റ്റാണ്. എനിക്ക് കിട്ടിയ ബീഫ് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് എൻ്റെ കോൺഫിഡൻസ് ഓൾ ടൈം പീക്കിലായിരുന്നു. ഇനി അവർ കളിക്കേണ്ട ആവശ്യം പോലും ഇല്ല, ഞാൻ ഓൾറെഡി ജയിച്ച് കഴിഞ്ഞു. ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ ഇരിക്കുന്ന സമയത്ത് അവരാണെങ്കിൽ അവരുടെ 3ാമത്തെ ടാസ്കിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ലാസ്റ്റിലേക്ക് വെക്കണോ? ലാസ്റ്റിക്ക് വെക്കണോ? എടുത്തു, വേണ്ടപ്പെടുത്തു. ബർഗറാണ്, സ്വിസ് ചീസ് ബർഗർ. അത് ഇവിടെ തന്നെ ബിയോണ്ട് ബർഗർ. വെയിറ്റ് നോക്കാം. സ്വിസ് ചീസ് ബർഗർ. പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരുന്നത് ടാസ്കാ. പക്ഷെ ഇത് ചെയ്തേ പറ്റൂ, ഇതല്ല നമ്മൾ എടുത്ത്. ഒരു ബീഫ് റിബ് കഴിഞ്ഞു കേട്ടാ. ഇതൊക്കെ അല്ല. ഓ ചൂട് ഒരെണ്ണത്തെ ചൂടില്ല, ഒരെണ്ണത്തെ ചൂടെന്താ? ഇത് ഇവിടെ ഇത്ര അടുത്താന്ന് ഇത് പറയുന്നത്. 3 ചെയ്തത് 2 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ളത്. അപ്പൊ വേഗം പോവാം. ചോറൊന്നും നമ്മൾ കഴിക്കാറില്ല, ബ്രെഡും കഴിക്കാറില്ല, ഇറച്ചി മാത്രമേ കഴിക്കാറുള്ളൂ. 2 കിലോമീറ്റർ 28 മിനിറ്റ്. അതെന്താ വാക്കാണ് മോളെ. ആയോ അയ്യേ, അത് കട്ട് ചെയ്യണോ? ദേ അവിടെ ഒരു ഓട്ടോ ഉണ്ട്. ദേ അല്ല, മാപ്പ് ഇട്ട് കൊടുക്കും. ചേട്ടൻ നേരെ പൊക്കോ. ഷവായ ആക്ച്വലി നമുക്ക് കഴിക്കാൻ പറ്റുമായിരുന്നു. അത് വലിയ കുഴപ്പം, നല്ല വിശപ്പുണ്ടായിരുന്നു. ഇനി അടുത്തത് ബിയോണ്ട് ബർഗർ, ചീസ് ബർഗർ എന്നുള്ളതാണ് അറിയാത്തത്. പറ്റും. അപ്പോൾ എന്താണ് എന്ത് ചൂട്? അപ്പോൾ സ്പീഡ് കഴിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. നല്ല ബീഫ് കേട്ടാ, ഈയിടെ കഴിച്ചു വെച്ച് നല്ല. ഞാൻ വളരെ ക്രിട്ടിക്കലാണ്. ഹായ്, എന്താ പേര്? ഫോട്ടോ എടുക്കാമ്മ. എന്നെ കാണാം കേട്ടോ, ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുക. അണ്ണാക്കിലോട്ട് ഞാൻ ഒരു തീക്കനലാണ് മിഴുങ്ങിയത് കേട്ടാ, ആ പിള്ളേർക്ക് വേണ്ടി സ്മൈൽ ചെയ്യാൻ വേണ്ടി. ചവച്ച പോലെ ഞാൻ മിഴുങ്ങിയത്. അപ്പോൾ ഇത് 2ാമത്തെ റിബ് കേട്ടാ. ഞാൻ ഒന്നും ബാക്കിയിട്ടുള്ളതെല്ലാം അല്ല. അവരെന്തിനാണ് ഞാനുമായിട്ട് മത്സരിക്കാൻ സമ്മതിച്ചെന്ന് എനിക്കറിയത്തില്ല. ബിയോണ്ട് ബർഗർ എന്തായിരുന്നു പറഞ്ഞ ക്ലാസ് സ്വിസ് ചീസ് ബർഗർ. അത് കട്ട് ചെയ്യണം. എത്ര ടൈം പിടിക്കും? 3ാമത്തെ ബീഫ് റിബ് കേട്ടാ. അത് ഇതും കൂടിയേ ഉള്ളൂ. വളരെയധികം ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് ക്യാമറമാന് വേണ്ടി പ്രചോദനമായിക്കോട്ടെ. അപ്പോൾ നിങ്ങളുടെ വിചാരം ഞാൻ ക്യാമറമാനൊന്നും ഫുഡ് കൊടുക്കാറില്ലെന്നാ. മിക്ക ഫുഡും കൊടുക്കാറൊക്കെ ഉണ്ട്, അവർ കാണാൻ ക്യാമറ കട്ട് പോകുന്നത്. എല്ലാത്തിന്റെയും തുടക്കം ഇതാണ്. നമ്മള് ലുലുവിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ച ഓട്ടോ ചേട്ടനില്ലേ, ആള് ഫുൾ സപ്പോർട്ടാണ്. ആള് പറഞ്ഞു ഈ ചാലഞ്ച് കഴിയണ വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അടുത്ത ഓട്ടത്തിന് പോകുമ്പോഴും ആള് വരാന്ന് പറഞ്ഞു. അവരവരുടെ മുമ്പിലോട്ടുള്ള ട്രാവൽ ഈസി ആക്കാൻ വേണ്ടി ഒരു ഓട്ടോ ചേട്ടനുമായിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനാണെങ്കിൽ എൻ്റെ ബീഫ് റിബ് കംപ്ലീറ്റ് ചെയ്തേ ഉള്ളൂ. ഈ നേരം കൊണ്ട് അവരവരുടെ 3ാമത്തെ ടാസ്ക് സ്വിസ് ചീസ് ബർഗർ കഴിക്കാനും തുടങ്ങി. ചൂട് എങ്ങനെയുണ്ട്? ചൂടില്ലേ? ചൂടില്ല. ഉണ്ട്. ഇല്ല, നല്ല ചൂടില്ലേ? ഈ മഷ്റൂം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബോയ്സ് ആൻഡ് ഗേൾസ്, അപ്പോൾ നമ്മുടെ 2 ടാസ്ക് ഇരുന്നിരിക്കുന്നു നിഷ്പ്രയാസമായി. നമുക്ക് 3ാമത്തെ ഏതെങ്കിലും ഒരു ടാസ്ക് എടുക്കാം. ഒരു യെല്ലോ പിടിക്കാം. നമുക്ക് എന്തായാലും വല്ല നല്ലത് കിട്ടിയാൽ നല്ലതായിരിക്കും. എനിക്ക് ബീഫിൽ കൈവശം നിന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ബീഫ് സ്റ്റേക്കാണ് കിട്ടിയത്. ഒരു ബീഫ് റിബ് മാറി ബീഫ് സ്റ്റേക്കിലോട്ട് പിടിക്കുകയാണ്. ബാ, നമുക്ക് തീരുമാനമാക്കി തരാം. എൻ്റെ ഇടയ്ക്കിലാണ് ബീഫിൻ്റെ കളി. പെട്ടെന്ന് കഴിച്ചാൽ അടുത്ത് എടുക്കാം. നിനക്ക് കുഞ്ഞിതാണോ കുട്ടിയെ? ചെറുതായിട്ട് ഉണ്ട്. സാധാരണ ഒരാളാണെങ്കിൽ ഇത് ബീഫ് ഇത്ര കഴിക്കുമ്പോൾ ഒരു തീരുമാനമായേനെ. പക്ഷേ 100-200 ദിവസം അടുപ്പിച്ച് 1.5 കിലോ കഴിച്ച് എനിക്കാണ് ഈ ബീഫ്
എന്റെ സുപ്പീരിയർ ലക്കാണ്, ഞാൻ പറയുകയല്ലേ. ഞാൻ ഒറ്റയ്ക്ക് കളിച്ച ഒടുക്കത്തെ ലക്ക, അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ കൂടെ ഉള്ളതുകൊണ്ട് അവരുടെ ലക്ക് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അത് കുറച്ച് നെഗറ്റീവ് ആയി ന്യൂട്രലി പിടിക്കും. പക്ഷെ ഇപ്പൊ ഒറ്റയ്ക്ക് കളിക്കുന്നത് കണ്ട അവര് തന്നെ ഇതെല്ലാം എനിക്ക് സെലക്ട് ചെയ്ത് തന്നത്. ഓർത്ത് നോക്ക്, അവർക്ക് വേണ്ടി ഇതൊക്കെ എടുക്കായിരുന്നു. അപ്പം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അവിടെയായിട്ടൊരു ബീഫ് സ്റ്റേക്ക് കിട്ടും. ഹായ്, കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബീഫ് സ്റ്റേക്ക് അവിടെ കിട്ടും. അപ്പൊ നമുക്ക് അവിടെ പോയി ഫിനിഷ് ചെയ്യുന്നതാണ്. മഷ്റൂമും പാറ്റി ബീഫാണെന്ന് തോന്നുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് മഷ്റൂം അത്ര ഇഷ്ടമായില്ല. ഇഷ്ടമായി, എനിക്ക് ബർഗർ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ ചൂടുണ്ടെന്ന്, അത് ഏതൊരു സൈഡാണ് ചൂടുള്ള. പാറ്റി അവരുടെ കഴിഞ്ഞിണ്ടാവോ? വൈസ് ഞാൻ പറഞ്ഞില്ലേ അടുത്ത് തന്നെയാണെന്ന്. ഹായ് അതെ, ബ്ലോക്കാവും. ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഹായ് ഒരു വീഡിയോ എടുക്കുമായിരുന്നു. ഈ നാട്ടുകാർക്ക് ഫുള്ള് തന്നെ അറിയാമല്ലോ. വൈകുന്നേരത്ത് കയറി നമുക്ക് സ്റ്റേക്ക് സെറ്റാക്കാം. കാണുമായിരിക്കും ഇവിടെ. മഴയാണല്ലോ ഇവിടെ, കാടും മഴയൊക്കെ. ഇവിടെ സ്റ്റേക്ക് ഇല്ല. ഗ്യാസ് LPG ഇഷ്യൂ കാരണം താനൊന്നും കത്തിച്ചുണ്ടാക്കിയിട്ടില്ലെന്ന്. എനിക്ക് ഓൾമോസ്റ്റ് ഇവിടെയുള്ള എല്ലാ സ്ഥലവും അറിയാം. അതിപ്പോ എന്റെ കഴിവായിപ്പോയി. ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കടയുണ്ട്, റോഡ് ടൗൺ എന്തോ പേര്. അവിടെയും സ്റ്റേക്ക് കാണാൻ വഴിയുണ്ട്. നമുക്ക് അങ്ങോട്ട് നടക്കാം. LPG ഇഷ്യൂ ഒക്കെ നമുക്കൊരു ബാധകമല്ല. നമ്മൾ എവിടെ നിന്നെങ്കിലൊക്കെ സ്റ്റേക്ക് ഉണ്ടാക്കും. പറയുന്നത് മനസ്സിലായി, സുപ്പീരിയർ ലക്ക് അത്രേ ഉള്ളു. പോവാന്നാ ഞാൻ നോക്കി തരാം. ഞാൻ എൻ്റെ ഇതുവരെയുള്ള പെർഫോമൻസ് ഇത്ര കോൺഫിഡൻ്റ് ആയിരുന്നു. ഞാൻ അവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് വരെ മാറ്റി കൊടുത്ത് അവിടുത്തെ ചേട്ടന്മാർക്ക് പോകാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഇല്ല ചിലപ്പോൾ അവിടുന്ന് പോത്ത പോലും ഇല്ലായിരുന്നു. എനിക്ക് ജയിക്കാനുള്ളതാണ്. അതിനിടയ്ക്ക് ട്രാഫിക് സെറ്റ് ആക്കുന്നത്. നമുക്ക് 2 ടാസ്കും കൂടെ ഉള്ളൂ. അത് ടാസ്ക് ആയാൽ മതിയായിരുന്നു, ഒരെണ്ണം. നമ്മ അങ്ങോട്ട് പോണം. അങ്ങോട്ട് ഒരു പട്ടി വീലാണല്ലോ ഇവിടെ. അതാ അതില്ല. അവൻ ചോദിക്കാണ് ഗ്രിപ്പറിന്റെ ചാലഞ്ച് ഇല്ലേ. ഇതില്ലേ ഇന്ന് ഇന്നലെ തുടങ്ങിയ കളിയല്ല മോനെ. ഞാനിത് തീരുമാനമാക്കും. അടുത്ത കട എത്തിയതേ, റോസ്റ്റ് ഓൺ ഗ്ലോബൽ ഗ്രിൽ. അവിടെ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാ. ഫൈനലി ഞാൻ എൻ്റെ മൂന്നാമത്തെ ടാസ്ക് ആയ ബീഫ് സ്റ്റേക്ക് കഴിക്കാനുള്ള കടയിലെത്തി. അവരാണെങ്കിൽ ഇപ്പോഴും അവരുടെ അര ബർഗർ തമ്മിൽ നോക്കിയിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. കമന്റ് വല്ലതും പറയുന്നു. കഴിഞ്ഞു, കഴുകിയിട്ട് വരാം. ബ്രോ ഏതാ ഉള്ളത്? റിബൈ ഉണ്ട് 6 ounce ആണ്. അപ്പൊ ഇതും സ്റ്റേക്കാ. അപ്പം ഇത് വേണം എനിക്ക് കഴിക്കാം. പക്ഷെ മറ്റേത് കാണിച്ചു, ഇത് വലുതല്ലേ. ഇത് തന്നെ നമുക്ക് കുറയ്ക്കണ്ട. 1300 സ്റ്റേക്ക് 1500. അത് കഴിച്ച് തീർക്കാൻ കുറച്ച് കാണും. അത് കൊണ്ടുവരും സെറ്റാക്കാം. ഈ ഗെയിം ഞാൻ ഇന്നലെ ജയിച്ചിരിക്കുന്നതുകൊണ്ട് ചെറിയ സ്റ്റേക്കിന് പകരം വലിയ സ്റ്റേക്ക് കൊണ്ട് ഓർഡർ ചെയ്ത്. ഈ സമയത്ത് അവരവരുടെ 4ാമത്തെ ടാസ്ക് തുറക്കുകയായിരുന്നു. ഇത് 5 പെരി ലെഗ് പീസ് മീൽ. കുഴപ്പമില്ല. അത് ഇവിടെ കിട്ടുക? ഇവിടെ കിട്ടൂല. KFC പോവാം. ചിക്കൻ KFC ഏതെങ്കിലും. സ്റ്റേക്ക് മീഡിയം റെയർ പറഞ്ഞ വേറെ റീസൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുക്ക് ചെയ്യണ്ട, ചത്രയ്ക്ക് കുക്ക് ചെയ്യണ്ട, പെട്ടെന്ന് വരുമെന്ന്. പക്ഷെ എന്നിട്ട് സാധനം എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒടുക്കത്തെ പ്രിപ്പറേഷൻ ആണെന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞിട്ട് 2 ടാസ്ക് കൂടി ഉണ്ട്. ഉണ്ടായിക്കൊണ്ടിരിക്കുവാണോ എന്റെ സ്റ്റേക്ക്? എവിടെ സ്റ്റേക്ക്? ലുലുലുണ്ടല്ലേ? അയ്യോ ലുലുലുണ്ട്. ഇനിയിപ്പോ ലുലു പോണ്ട്. ലുലു പോവാ. എത്ര ഫുഡ് പോയി ദൈവമേ, എന്റെ ഫുഡ് മാത്രം വന്നില്ല. എന്റെ സ്റ്റേക്ക് എവിടെ? ഈ റിബൈ സ്റ്റേക്ക് ആവേശമൊക്കെ ആണെന്ന് പറഞ്ഞ പോലെ ഒടുക്കത്തെ വലിപ്പമായതുകൊണ്ട് എത്ര സമയം എടുത്തു. അതെങ്കിലും ചെറുത് മതിയായിരുന്നു. 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും എന്റെ ബീഫ് സ്റ്റേക്ക് ഇതുവരെ എന്റെ കൈ എത്തിയിട്ടില്ല. അവരാണെങ്കിൽ ഓട്ടോയും കയറി ലുലു എത്തി, KFCയിലും കയറി അവിടുന്ന് KFC ഓർഡർ വരെ ചെയ്ത് കഴിഞ്ഞു. എനിക്ക് വെറും ഈ സ്റ്റേക്ക് വരേണ്ട താമസമേ ഉള്ളൂ, കഴിച്ചു തീർക്കാൻ. KFCന്ന് 5 ചിക്കൻ ലെഗ് പീസും. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ദൈവമേ, ഇത് കുറച്ച് ഹെവിയാണ്, കുറച്ചധികം. കഴിച്ചോ? സ്റ്റേക്ക് ദൈവമേ നല്ല വലിയ പ്ലേറ്റ് അല്ലോ. സ്റ്റേക്ക് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഇല്ല കൂടെ ഉള്ളതൊക്കെ ഈ ഡിഷിൽ പെടുവായിരിക്കും. ഇതൊക്കെ ഒന്നും ഇല്ല. സ്റ്റേക്ക് കഴിച്ച് നല്ല ശീലം. പക്ഷെ എൻ്റെ ഈ ചെയർ താന്നിരിക്കുന്നു. മൃദുലം. വെറുതെ മുറിഞ്ഞു വരുന്നു. നോക്കി വേണ്ട, ഒറ്റ മുറിഞ്ഞത് വെറുതെ. മീഡിയം റെയറാ. നൈസ്. കൊള്ളാം. കുറച്ച് പച്ച ടേസ്റ്റ് ഉണ്ട്. അത് ഞാൻ മീഡിയം റെയർ വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല ജ്യൂസി. പച്ചെന്ന് വെച്ചാൽ അങ്ങനെയില്ല, നമ്മൾ ആ മീഡിയം റെയർ ഉപയോഗിക്കുമ്പോൾ ഒരു ജ്യൂസി ടേസ്റ്റ് അതിൻ്റെ. ഇത് കുറച്ച് കഷ്ടപ്പാടാണ്, പക്ഷെ നിങ്ങൾ തളരില്ല. പൊരി നല്ല ടേസ്റ്റ് ഉണ്ട്. അതുണ്ട്, പക്ഷെ പെട്ടെന്ന് അത് ഫില്ലിംഗ് ആവുന്നുണ്ട്. ഈ എണ്ണ കഴിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വയറ് നിറയും. അതാണ് പ്രശ്നം. ഇത് ഒഴിക്കണമെന്നില്ല എനിക്ക്, പക്ഷെ അത് തന്നേല്ലേ. 1500 ആണ്ട് ഞാൻ ഒഴിക്കാം. എല്ലാ ആൾക്കാരും തുറച്ചു നോക്കുന്നു. എത്ര വില കൂടിയ ബീഫ് മേടിച്ചിട്ട് ഒറ്റയടിക്ക് വിഴുങ്ങുവാനാണ് ഞാൻ. ബീഫ് കണ്ടിട്ടില്ലെന്ന് ഞാൻ. എരിവുണ്ട്. മറ്റേ വിങ്സ് ആയിരുന്നെങ്കിൽ നല്ലായിരുന്നല്ലേ. അതാകുമ്പോ ചെറുതല്ലേ, എല്ലല്ലേ, തരുവോ? മുട്ട പൊട്ടിയാ? ഇല്ലില്ല. പച്ചക്കറിന് ഇഷ്ടം പോലെ അല്ലേ ഇത്. മഷ്റൂം ഒരു സ്റ്റേക്കിൽ ഇതെല്ലാം പെടുന്നോണ്ട് ഇതും കഴിക്കുന്നത് ഞാൻ. കഴിഞ്ഞു. ഇത് ലാസ്റ്റ് കഴിക്കാം. കംപ്ലീറ്റഡ്. എന്റെ വലുതാ.
കഴിഞ്ഞു. അവരിപ്പോഴും അവരുടെ 4ാമത്തെ ടാസ്ക് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ വളരെ വേഗത്തിൽ തന്നെ ഞാൻ ബീഫ് സ്റ്റേക്ക് കഴിച്ച് തീർത്തിട്ട് എൻ്റെ 4ാമത്തെ ടാസ്കിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. 1 കിലോ ബീഫ് ആയിട്ടുണ്ട്. 2 യെല്ലോ കഴിഞ്ഞ് ഇനി നമുക്ക് 2 ബ്ലൂ ബാക്കിയുണ്ട്. ബോയ്സ് എന്താണ് അടുത്തെന്ന് നോക്കട്ടെ. ഓ ഫൈനലി സംതിങ് ഈസി. Sweet lassi, boys, sweet lassi. Let's get it. I know this place like back of my hand, you know. Like there should be a like juice shop nearby. ഇത് പോകുമ്പോ നല്ല ആശ്വാസം, നല്ല സമാധാനം. ഒരു തണുപ്പ് ഇങ്ങനെ ഇറങ്ങി പോവാ. അടുത്ത ടാസ്ക് അല്ലെങ്കിൽ എന്തായാലും ആ ചേട്ടനൊരു ടാസ്ക് കിട്ടിക്കാണും. ഇത് പോവല്ലേ? ഇത് പോവും. ഞാൻ ഒന്ന് നടക്കട്ടെ. ഇതുകൂടെ കഴിച്ചിട്ട് നടന്നോ? ഇവരറിയുന്നില്ലായിരുന്നു ഇവരുടെ ലീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർ പതുക്കെ കഴിക്കുന്നതുകൊണ്ട് ഞാനാണ് 4ാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അടുത്ത കടയും തപ്പി പിടിച്ചു തുടങ്ങി. Bro, sweet lassi ഉണ്ടോ? ലസ്സി കിണ്ടി ഇവിടെ കാണുമല്ലോ. ലസ്സി സ്വീറ്റ് ലസ്സി നീ സെക്കൻഡ് കംപ്ലീറ്റഡ്. അടുത്ത ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ദൂരെ നമുക്ക് ബാംഗ്ലൂർ ജ്യൂസ് ഉണ്ട്. ആ കടയിൽ കിട്ടും. ഇവിടെ നിന്ന് കിട്ടുന്നില്ല. ഈ കട നോക്കിയൊന്നും കളത്തില്ല. നമുക്ക് ബാംഗ്ലൂർ ജ്യൂസ് കഴിച്ചിട്ട് പിന്നെ ഒരേ ഒരു ടാസ്ക് മാത്രമേ ബാക്കിയുള്ളൂ. ഓട്ടോ അവിടെ നിന്ന് വരുന്നുണ്ട്. അവരിപ്പോ എന്തായിരിക്കും ചെയ്യുന്നത്? അവരെ കൊണ്ട് പറ്റുന്നുണ്ടായിരിക്കുമോ ഫുഡ് കഴിക്കാൻ? അതെടുത്തോ. ഹാഫ് അടുത്തതിൽ ഞാൻ കൂടുതൽ കഴിക്കാം. വേണ്ട. വേണ്ടേ? എടി പറ്റും, എന്നെ കൊണ്ട് പറ്റും എനിക്കറിയാം. ഞാൻ എല്ലാം ഫുൾ സ്പീഡിലാണ് കേട്ടോ. ഒരു കുഴപ്പവും ഇല്ല. ഇതിൽ കൂടുതൽ ഫാസ്റ്റ് സ്പീഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അത്രയൊക്കെ നല്ലതായിട്ട് പൊക്കോണ്ടിരിക്കുക. ഇത് കഴിഞ്ഞിട്ടും തോക്കാനുള്ള സാധ്യതയില്ല എനിക്ക്. എന്റെ കഴിയുമ്പോഴേക്കും നീ അത് തീർത്താ വേഗം പോവാം. കുറച്ച് റെസ്റ്റ്. ഞാൻ ചോറ് തന്നെ ഇവിടെ 4 മതിയായിരുന്നു. എന്റെ സമയം പോകുന്ന വെച്ച് കഴിഞ്ഞാൽ കഴിക്കാനല്ല, പക്ഷെ ഓരോരോ സമയത്ത് ഓരോ ഓട്ടോക്കാരെ തപ്പിയാണ് സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തീർത്തു. അത് കഴിക്കൂ. ഇവിടെ ഇരിക്കുക. ഇന്ന് ഫുൾ ചിക്കനാ കഴിച്ചേക്കുന്നെ. ശരിയല്ലേ? അതെടുക്ക്. അതെന്തിനു മാറ്റി വെച്ചേക്കണ എടുത്തോ. ഇല്ലേ നമ്മൾ ബാംഗ്ലൂർ ജ്യൂസിൽ എത്തിയിരിക്കുന്നു. എല്ലാം പെട്ടെന്നാണ്. ഇവിടെ സ്വീറ്റ് ലസ്സി ഉണ്ട് കേട്ടോ. സ്വീറ്റ് ലസ്സിക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് ഓടി. പെട്ടെന്ന് ലസ്സി കിട്ടിയിരുന്നത് ഞാൻ പെട്ടെന്ന് കുടിച്ചിട്ട് പെട്ടെന്ന് പോയി. പായവർത്താന്ന് ചോദിച്ചു കഴിക്കും. തല കറങ്ങണു. ഞാൻ പൊരി കഴിക്കാൻ. നീ ഇത് കഴിക്കും. ഗ്ലാസിന് പകരം മംഗലത്തിലൊക്കെ ലസ്സി ഉണ്ട്. അത് നല്ല കട്ടിത്തൈര്. ഒട്ടും സമയം വേസ്റ്റ് ചെയ്തില്ല. ഞാൻ 3 സെക്കൻഡ് വലിച്ചു കുടിച്ച് അടുത്ത ടാസ്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. ഓക്കെ ഞാൻ നടക്കട്ടെ. ഇതൊക്കെ കഴിക്കട്ടെ. ഈ പൊരി തല കറങ്ങണു. അടുത്തത് എന്തൊരു സാധനമാണാവോ? നമുക്ക് ഫൈനൽ ഒരേ ഒരെണ്ണം മാത്രം ബാക്കി. അവരിപ്പോ എവിടം വരത്തി കാണും ആർക്കറിയാം. നമുക്കറിയേണ്ട ആവശ്യമില്ല. നമ്മൾ പോകുന്ന അത്രയ്ക്ക് നല്ല പേസിലാണ്. നമുക്ക് വേറെ എന്ത് ചെയ്യണമെന്ന് അറിയേണ്ട ആവശ്യം പോലും ഇല്ല. അത്രയ്ക്ക് നല്ല പേസാണ് നമ്മുടെ. എടുത്തിട്ട് പൊടി. ഇതിന്റെ പൊരി കഴിക്കാൻ പറ്റില്ല എനിക്ക്. മതി. ആടി ഇത് മൊത്തം ഞാൻ കഴിക്കാല്ലേ. വെച്ചിട്ട് ഇനിയുണ്ട്. മതി. എന്താ ചിക്കൻ ഇട്ടേ? ഒരു ചിക്കനും കൂടെ. അത് കഴിഞ്ഞു. ശിവനെ പൊരി തിന്നമ്പോ ഒരു 5 മിനിറ്റ് നിർത്ത്. Come on, give me something good. കൊള്ളാം. ബാസ ഫുൾ ഫിഷ് ഫ്രൈ. ഒരു വോൾഗ റെസ്റ്റോറൻറ്റിൽ നിന്ന്. ബാസ ഫിഷ് എന്ന് പറയുന്ന കുറച്ച് വലിപ്പമുള്ള ഫിഷ് അല്ലേ ഇത്? ബാസ ഫുൾ ഫിഷ് ഫ്രൈ. ശരിയാക്കാം. ഇതൊക്കെ എന്ത്? വേറെ എന്തെങ്കിലും കഥ പറഞ്ഞ് കഴിക്കാം, എന്നാലേ ഇത് പോവൂ. എന്തിനൊക്കെ പറ. മൈൻഡ് ഡൈവേർട്ട് ആയാലേ കഴിക്കാൻ പറ്റൂ. ഇതൊരെണ്ണം കൂടിയും കഴിച്ചാ കഴിഞ്ഞു. എനിക്ക് ഒട്ടും പറ്റണില്ല കേട്ടാ. ചിക്കൻ പറ്റുന്നില്ല. ഞാൻ ഫൈനലി അങ്ങനെ ലീഡ് എടുത്തിരിക്കുകയാണ്. അവരിപ്പോഴും 4ാമത്തെ ടാസ്കായ ചിക്കൻ കഴിച്ച് തീർത്തിട്ടില്ല. ഞാനാണെങ്കിൽ എന്റെ 4ാമത്തെ തീർത്ത് 5th ടാസ്കിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. മോനെ ഞാൻ റെഡിയാ. കമോൺ. എന്നെ ഹെൽപ്പ് ചെയ്യൂ. അടുത്ത ഞാൻ കഴിക്കാം. നീ ഇത് കഴിച്ചാ മതി. വലിയ കുഴപ്പമില്ല. വലിയ കുഴപ്പമില്ല. പക്ഷെ ചിന്തിക്കുമ്പം ഒരുമാതിരി തീർത്തു. പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈനൽ സ്പോട്ട് കുറച്ചേറെ ദൂരത്തായിരുന്നു. അപ്പോൾ എന്തായാലും സമയം എടുക്കും അവിടെ എത്താൻ വേണ്ടി. ബോയ്സ് നമ്മൾ അവസാനത്തെ ലൊക്കേഷനിലെത്തി. ഇത് വോൾഗ അതാണ് ബാറാണെന്ന് തോന്നുന്നു ബോയ്സ്. ഇത് നമുക്ക് കിട്ടി. ഇത് അവർക്കൊല്ല കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ പോയിട്ട് മീൻ തപ്പണം അല്ലേ? കുഴപ്പമില്ല. ഫുൾ ബാർ സെറ്റപ്പാണ്. ഫുൾ സെറ്റാണ്. ഇവിടെ ഇരിക്കാം. തുറക്കാം. എനിക്കിങ്ങനെ എന്താന്ന് അറിയാനായിട്ടുള്ള എനിക്ക് അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ 10 ചിക്കൻ മോമോ.
10 ചിക്കൻ മോമോ ഇത് കിട്ടോ? ആ മോമോ ഷോപ്പ് ഉണ്ട്. ചേട്ടൻ പറയുകയാണ് ഫിഷ് ഫ്രൈ ആയി കിട്ടാൻ അരമണിക്കൂർ എടുക്കുമെന്ന്. അരമണിക്കൂർ ഇത് എവിടുന്ന് ഏത് സ്ഥലത്ത് നിന്ന് കണ്ടുപിടിക്കുന്നു ഈ റെസ്റ്റോറന്റ് ഒക്കെ? 4 ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. 5ാമത്തെ മോമോസ് കഴിക്കാൻ പോവാ. ഇവിടെ ഉണ്ടോന്ന് നോക്കിയിട്ട് മോമോസ് ഉണ്ട് അവിടെ. ഇത് കൂടെ കഴിഞ്ഞു ഗൈസ്. നല്ല ബുദ്ധിമുട്ടുണ്ട് പക്ഷെ കാണിക്കണ്ട. നിങ്ങൾ ഇതിലൊന്നും തളരില്ല. ഇനി 10 മോമോ അല്ല 20 മോമോ ആണെങ്കിൽ പോവും. എന്താ 20 മോമോ പോവില്ലേ? 10 പിന്നെന്താ? അതിലൊന്നും തളരില്ല. ഇനി ഒരു 10 കൂടെ ഞാൻ പറഞ്ഞേ. എന്റെ ഫുഡ് വരാൻ ഇനി ഒരു അരമണിക്കൂർ എടുക്കും. പക്ഷെ ഇത്ര മെനക്കർ ഉണ്ടാക്കിയ ലീഡ് അത് പോയി കിട്ടി. അവർക്കാണെങ്കിൽ അവരുടെ 5th ടാസ്കിന്റെ മോമോസ് കിട്ടുകയും ചെയ്തു. 619 രൂപയ്ക്ക് ഇരിക്കുന്നത് ഭയങ്കര നഷ്ടം. വൻ നഷ്ടം. പൊട്ടിപ്പോയി. ഇതെങ്ങനെ എടുക്കുക? അയ്യോ, ഞാനവിടെ ഫുഡിന് വേണ്ടി ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. പക്ഷേ ഇവരാണെങ്കിൽ ഇവരുടെ ഓരോരോ മോമോസ് കഴിച്ച് തുടങ്ങുകയും ചെയ്തു. 4ാമത്തെ ടാസ്കിൽ ചിക്കൻ കഴിച്ച് കുറച്ചേറെ ഫുള്ളായിരിക്കുമായിരുന്നു അവർ. പക്ഷെ എന്നാലും കുറേയേറെ സമയം ഉണ്ടായിരുന്നതുകൊണ്ട് സാവകാശം അവർ ഓരോരോ മോമോസ് കഴിച്ചുകൊണ്ടിരുന്നു. എനിക്കാണെങ്കിൽ ഇപ്പോഴും എന്റെ ഫിഷ് ഫ്രൈ കിട്ടിയിട്ടുമില്ല. പക്ഷെ ആ സമയം കൊണ്ട് ഇവരാണെങ്കിൽ അവരുടെ മോമോസ് എല്ലാം കഴിച്ച് തീർക്കുകയും ചെയ്തു. നമ്മുടെ ആണെന്ന് തോന്നുന്നത്. എൻ്റെ ആണോ? ആണെന്ന് തോന്നുന്നു. ഓ കം ഓൺ ലെറ്റ്സ് ഗോ ബേബി. ബോയ്സ്, ഇതാണ് ഫിഷ് ഫ്രൈ. നല്ലതായിട്ട് ഒടുക്കത്തെ ഫ്രൈ ആയിട്ടുണ്ടല്ലോ. നിങ്ങൾ കൊള്ളാമല്ലെന്ന് ഞാൻ പറയാം. This is actually spicy, man. അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. സ്റ്റേഡിയത്തിന്റെ അവിടേക്ക് പോവാം. സ്റ്റേഡിയത്തിൽ പോവാം. ബാ. അറിയില്ല അർജുൻ ചേട്ടാ അവിടെ എത്തിയില്ലേ എന്നും. നോക്കാം. കുറേയേറെ മുളക് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. ബാർ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഒടുക്ക തരുക കേട്ടോ. ടച്ചിങ്സിൻ്റെ കൂടെ കിട്ടുന്ന മീൻ അതായത് ഒടുക്ക തരുക. എനിക്കാണെങ്കിൽ വായിക്ക് നല്ല സെൻസ് ഉള്ളതുകൊണ്ട് ഇതെല്ലാം കഴിച്ചിട്ട് നല്ല മേടിക്കുന്നുണ്ട്. അവളാണ് നേർക്കാട്ടി. നേർക്കാട്ടില്ല, വഴികാട്ടി. ഫുഡ് കഴിച്ചാൽ ഇറങ്ങിയിരിക്കുക. ഇതിന് എന്താണ്? ഇത് എരിവാണോ? ഞാനിപ്പോൾ ഇരിക്കുന്ന ലൊക്കേഷൻ ഫൈനൽ ലൊക്കേഷൻ വളരെ ദൂരം അല്ലാത്തതുകൊണ്ട് നമുക്കിത് ആർക്ക് വേണം ജയിക്കാൻ പറ്റും. ഓ, ഇത് സോസ്. ഇവർക്ക് തുടക്കം തൊട്ട് തന്നെ പറഞ്ഞു വെച്ചിരുന്ന ഓട്ടോ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇനി ഇവർക്ക് ഫൈനൽ ലൊക്കേഷനിൽ എത്തിയാൽ മാത്രം മതി. പക്ഷെ അതേ സമയത്ത് ഞാനാണ് ഇപ്പോഴും എൻ്റെ മീൻ കഴിച്ച് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർക്കുക. ഇതിൽ കൂടുതൽ ഫാസ്റ്റ് ഒന്നും ഇനിയും കഴിക്കാൻ പറ്റത്തില്ല. എന്നാലും തീർന്നു. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ച് തീർത്തുകൊണ്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ഫൈനൽ ലൊക്കേഷനിലേക്കുള്ള ഊബർ ബുക്ക് ചെയ്യുമായിരുന്നു. അതേ സമയത്ത് അവർ ഓൾറെഡി ഓൺ ദ വേ ആയിരുന്നു ഫൈനൽ ലൊക്കേഷനിൽ. അറ്റ് ദിസ് പോയിന്റ് ഈ ഗെയിം ആർക്ക് വേണമെങ്കിലും ജയിക്കും. അവിടെ എത്തുമ്പോഴും നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഏത് ടീമാണ് ഏറ്റവും മുമ്പ് നിൽക്കുന്നത്. ഫൈനൽ ഡെസ്റ്റിനേഷൻ എനിക്ക് വളരെ അടുത്തായതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് എത്തും. പക്ഷേ അവർ ഓൾറെഡി പുറപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അവരും പെട്ടെന്ന് എത്താൻ ചാൻസ് ഉണ്ട്. I would like to say that I have completed utmost trust in my superior level. ഞാനത് ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു. എനിക്കറിയാം ഇതൊക്കെ വെറുതെ നമ്മളിങ്ങനെ നടക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ വെറുതെ ഇന്ന് നടക്കുന്നു. ഞാൻ ജയിച്ചു ഓൾറെഡി. ഞാൻ ഇന്നലെ ജയിച്ചതാണ്. സ്റ്റേഡിയത്തിനുള്ളെത്തണം. ലെഫ്റ്റ് പോണേ. ബിഗ് ഫലൂഡ. ചേട്ടൻ എത്തിയിട്ടില്ല. ഇനി അവിടെ ഇരിപ്പുണ്ടോ നമുക്ക് അറിയത്തില്ല. ചിലപ്പോ അങ്ങനത്തെ പരിപാടികളെ കാണിച്ചു കളയും. അപ്പൊ നമ്മൾ എത്താറാകുകയാണ് കല്ലൂർ സ്റ്റേഡിയത്തിലോട്ട്. ഏതാനും 2 മിനിറ്റ് മാത്രം. അപ്പം ഐ എം ക്വൈറ്റ് കോൺഫിഡൻറ്റ് വിത്ത് മൈ സെറ്റ് ഓഫ് സ്കിൽ. ഞാൻ വളരെ വേഗത്തിലാണ് എല്ലാം ചെയ്തത്. ഈക്വൽ സ്പീഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അബദ്ധവശാൽ അവർ അവിടെ എത്തിയെങ്കിൽ No way, I'll be amazed if they are there. എനിക്കതൊരു വലിയൊരു ഷോക്ക് തന്നെയായിരിക്കും അവരവിടെ ഉണ്ടെങ്കിൽ. ഞങ്ങൾ ഇവിടെ എത്തി. അർജുൻ ചേട്ടൻ ഇവിടെ ഇല്ല. നമ്മുടെ മുട്ടയാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിച്ചത്. ബാ, നമുക്ക് നാരങ്ങ കുടിക്കാൻ പോവാം. എത്തി നമ്മൾ കല്ലൂർ സ്റ്റേഡിയം. അവരവിടെ ഉണ്ടെങ്കിൽ അവിടെ കാണുമാനില്ലാരെയും പറയാൻ പറ്റത്തില്ല. ഇവന്മാര് ഞാൻ എല്ലാവരെയും ഇങ്ങനെ വന്ന് പറ്റിക്കുന്നതുകൊണ്ട് ഇവരെന്നെ പറ്റിക്കും. നമുക്ക് പെട്ടെന്ന് കയറി ജയിച്ചെന്ന് പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. ആ വീടിന്റെ പുറകിൽ. പക്ഷെ അവിടെ വലിയ വൃത്തിയില്ലാത്തൊരു സ്ഥലമാണ്. അവിടെ ആൾക്കാർ അങ്ങനെ നിൽക്കില്ല. ഇവിടെയൊക്കെ ആര് വരാനാ നാറ്റം. അവരവിടെയൊക്കെ പോയി നിൽക്കാട്ടോ. ഇവിടെ നിന്ന് ആരും ഇല്ല. ആൾക്കാരെന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് വീടെടുത്ത് നോക്കുന്നത്. അവരുണ്ടല്ലോ ഇവിടെ ഇരിക്കുന്ന. കണ്ട ഇരിക്കുന്ന കണ്ട അവിടെ. ഞങ്ങള് ഫസ്റ്റ് എത്തി. വോയിസ് എനിക്ക് എന്ത് പറയാനാ, നമുക്ക് വിധിച്ചിട്ടില്ല. എനിക്ക് അപ്പോഴേ തോന്നിയതാ. എന്നാലും വേറെ ഇത്ര തള്ളണ്ടായിരുന്നു. 10,000 പോയല്ലോ എന്നുള്ള റിയാക്ഷൻ. ഞാൻ വളരെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. എനിക്ക് തോന്നുന്നു അവര് നമ്മളെക്കാട്ടിലും ജസ്റ്റ് ഒരു അരമണിക്കൂർ മുമ്പേ എത്തിയിരിക്കുന്ന. നമുക്ക് ഫുഡ് വരാൻ താമസിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്ര ലേറ്റ് ആയത്. അവര് മുങ്ങിയാലോ. പാവം, നല്ല സങ്കടം. പോയി പിടിക്കാം. ബാബാ. അയ്യോ, കയ്യെ കാണിക്കുന്ന അവര് എന്താ കഷ്ടം എന്നൊക്കെ. എന്താണ് കൂടോത്രമൊക്കെ ചെയ്തോണ്ടാണ് ഞാൻ തോറ്റത്. തോൽവി വിജയത്തിന്റെ അതെ. ഇപ്പൊ എന്തായാലും ഞാൻ വൃത്തിക്ക് തോറ്റിരിക്കുകയാണ്. അപ്പൊ ഇവര് 10K ജയിച്ചു. പക്ഷെ പെൺപിള്ളാരോടെ കളിച്ച് തോറ്റെന്ന് പറയുന്ന നാണക്കേടാ. 10K എന്നാ ഇട്ടിരിക്കുന്നു. അതെ, നമ്മൾ ഒരിക്കലും കാണണ്ട. ഞങ്ങൾ ഫുഡി അല്ലെന്ന് വെച്ച് വന്നേട്ടോ. പെട്ടുപോയി.